നമസ്കാരം. കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഈ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ സമയം 7:10 പക്ഷേ അത് ഇനി വൈകാനാണ് സാധ്യത. ഏകദേശം 7:15 ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് കിലോമീറ്റർ റോഡ് മാർഗമാണ് പോവുക. അതിനുശേഷം ആദ്യം ക്ഷേത്ര ദർശനവും അതിനുശേഷമായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുക. വലിയ സുരക്ഷയിലാണ് ഗുരുവായൂർ നഗരം ആകെ തന്നെ ഉള്ളത്. സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അതിൻ്റെതായ പ്രോട്ടോകോൾ അനുസരിച്ച് അതീവ കനത്ത ജാഗ്രതയിലും സുരക്ഷയിലുമാണ് ഗുരുവായൂർ. ഇപ്പോൾ ഇവിടെ ഈ ഹെലിപാഡിന് സമീപം കുറച്ച് BJP പ്രവർത്തകർക്ക് നരേന്ദ്രമോദിയെ കാണാനും അതോടൊപ്പം തന്നെ അഭിവാദ്യം ചെയ്യാനും ഒക്കെ തന്നെയുള്ള ഒരു അവസരം ഉണ്ട്. അദ്ദേഹം ഇവിടെ ഇറങ്ങിയതിന് ശേഷം കാറിൽ ഈ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും നേരെ ഗുരുവായൂരിലേക്ക് പോവുക. കനത്ത സുരക്ഷയിൽ വലിയ പോലീസ് സന്നാഹമാണുള്ളത്. ഇതിപ്പോൾ 13 ദിവസത്തിനുള്ളിൽ 2ാം തവണയാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് മോദി വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂരിലായിരുന്നു വന്നിരുന്നത്. അന്നും നമ്മൾ കണ്ടതാണ്. കനത്ത സുരക്ഷയാണ്. റോഡുകളൊക്കെ തന്നെ നരേന്ദ്രമോദി വരുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ അടച്ചിടും. ആ രീതിയിൽ മറ്റു പുറത്തു നിന്നുള്ള മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ റൂട്ടിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഈ 5 കിലോമീറ്റർ അതീവ സുരക്ഷയിലായിരിക്കും ഉണ്ടാവുക. ആ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ തൃശ്ശൂർ SP അടക്കമുള്ളവരിവിടെയുണ്ട്. മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഹെലിപാഡിന് സമീപമുണ്ട്. അങ്ങനെ കനത്ത സുരക്ഷയിലാണ്. ആദ്യം മാധ്യമപ്രവർത്തകർക്കും അവിടേക്ക് എത്താനുള്ളതിന് നിബന്ധനകളുണ്ട്, അല്ലെങ്കിൽ വിലക്കുകളുണ്ട്. അങ്ങനെ കനത്ത സുരക്ഷയിൽ ആണ് തൃശ്ശൂർ ആകെ തന്നെ ഉള്ളത്. ഇതിനിടയിൽ പലർക്കും, അതായത് 6 മണി വരെയാണ് ഇവിടെ ഈ ഹെലിപാഡിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. വൈകിയ പലർക്കും അവിടേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ നിരാശയിലൊക്കെ നിരവധി പേർ നേരത്തെ മടങ്ങിപ്പോകുന്നതൊക്കെ കണ്ടു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ വലിയ ആവേശത്തിൽ നിരവധി പേർ BJP പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അതിൽ കുറേ പേർക്കൊക്കെ ഹെലിപാഡിനകത്തേക്കല്ല, ഗ്രൗണ്ടിൻ്റെ സമീപത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ലാത്ത നിരവധി പേർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത നിരാശയിൽ മടങ്ങേണ്ടിയും വന്നു. രാവിലെ തന്നെ നിരവധി പേർ എത്തിയിരുന്നു. ഏതായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി ഈ ഒരു ശ്രീകൃഷ്ണ കോളേജിലേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തും. അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനവും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷവും അദ്ദേഹം ഇതേ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് തൃപ്രയാറിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പോവുക. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ 2 സുരക്ഷാ ഹെലികോപ്റ്റർ കൂടി ഉണ്ടാവും. അതിനിടയിലായിരിക്കും നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ ഉണ്ടാവുക. അങ്ങനെ 3 ഹെലികോപ്റ്ററുകൾ, ഹെലികോപ്റ്റർ വ്യൂഹം ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഗ്രൗണ്ടിൽ പറന്നിറങ്ങും.